നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം. എന്നാൽ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമ്മുടെ ജീൻസ് വൈബ്രേറ്റ് ചെയ്യും. അങ്ങനത്തെ ജീൻസ് ഉണ്ട്. ഒരു ഫ്രഞ്ച് കമ്പനി ഇറക്കിയിട്ടുള്ള ഒരു ജീൻസാണ്. അതിൻ്റെ അകത്ത് GPS-ഉം അതുപോലെ തന്നെ വൈബ്രേറ്റിംഗ് മോട്ടറും വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെ നോട്ടിഫിക്കേഷൻ വരുന്നോ, കോളുകൾ വരുന്നോ, നിങ്ങളുടെ ജീൻസ് കിടന്ന് വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ ഇതേപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, നിങ്ങളുടെ മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള 5 ഇൻവെൻഷൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. പിന്നെ ഒരു കാര്യം, ഈ ജീൻസ് വാങ്ങിച്ചിരുന്നവന്മാർ എഞ്ചിൻ അടിച്ച് പോകാതെ സൂക്ഷിച്ചോ. ഇത് കണ്ടല്ലോ, ഞാൻ പേപ്പറിൽ ഒരു പ്രിൻ്റ് എടുത്തതാണ്. ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടുള്ള ഇങ്ക് അല്ലെങ്കിൽ മഷി എന്ന് പറയുന്നത് കെമിക്കലാണ്. എന്നാൽ നിങ്ങൾക്ക് കോഫി ഉപയോഗിച്ചിട്ട് ഇതേപോലെ പ്രിൻ്റ് എടുക്കാൻ പറ്റും. അറിയോ? നിങ്ങൾ കോഫി ഉണ്ടാക്കിയതിന് ശേഷമുള്ള ഈ കോഫിയുടെ ചപ്പില്ലേ, ഈ സാധനം ഈ കോഫി പ്രിൻ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രിൻ്ററുണ്ട്. ആ പ്രിൻ്ററിൻ്റെ പുറകിലേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ കോഫി പ്രിൻ്റർ ഇതിൻ്റെ അകത്തുള്ള കോഫിയുടെ ബാക്കി വന്ന ഭാഗം ഉപയോഗിച്ചിട്ട് ഇങ്ക് ഉണ്ടാക്കി നമുക്ക് പ്രിൻ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ശരിക്കും പറഞ്ഞാൽ കോഫി ഉപയോഗിക്കാം, ടീ ബാഗും ഉപയോഗിക്കാം. എന്തല്ലേ? എൻ്റെ കയ്യിലിരിക്കുന്നത് ജോൺസിൻ്റെ കുട. എന്നാൽ ഊംബ്രല്ല എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് ഉണ്ട്, അവർക്കൊരു കുടയുമുണ്ട്. ആ കുടയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? നിങ്ങൾ മഴയത്തിറങ്ങി നടക്കുന്ന സമയത്ത് ആ വെള്ളം നല്ലതാണോ, എത്രയാണ് ആ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ, അതുപോലെ തന്നെ ഇനി എത്ര നേരം മഴ ഉണ്ടാവും എന്നുള്ള റിയൽ ടൈമായിട്ടുള്ള വെതർ ഫോർകാസ്റ്റ് തരും. ഇനി നിങ്ങൾ വെയിലത്തിറങ്ങി നടന്നാലോ, എത്രത്തോളം UV ലൈറ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ എത്രയാണ് ടെമ്പറേച്ചർ, ഇനി എത്രത്തോളം ചൂടാവാം എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് റിയൽ ടൈമായിട്ട് നിങ്ങളുടെ ഫോണിൽ കാണും. ഇതിൻ്റെ പോയിന്റ് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല, പക്ഷേ ഒരു വെടിക്കെട്ട് ഇൻവെൻഷൻ ആയിപ്പോയി. ഒടുക്കത്തെ വെയിൽ. ഈ വെയിലത്തിടാൻ പറ്റിയ ഒരു ജാക്കറ്റ് ഉണ്ട്. അതായത് വൂളിലും ലെതറിലും ഉണ്ടാക്കിയതാണ്. അതിനകത്ത് സോളാർ പാനലുകൾ അല്ലെങ്കിൽ സോളാർ സെൽസ് ഘടിപ്പിച്ചിട്ടുണ്ട്. ആ സോളാർ സെൽ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? നമ്മൾ ഇത് വിട്ട് നടന്നു പോകുന്ന സമയത്ത് എനർജി സേവ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു 50% നിങ്ങളുടെ ഫോൺ നിങ്ങൾക്ക് റീചാർജ് ചെയ്യാനായിട്ടുള്ള തരത്തിൽ സേവ് ചെയ്ത് വെക്കും. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ ജാക്കറ്റിൻ്റെ കോലം കണ്ടു കഴിഞ്ഞാൽ ബാറ്റ്മാൻ്റെ അമ്മുമ്മ എന്ന് പറയും. അപ്പോൾ പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കുക. അടുത്തേക്ക് പോകാം. ഇതൊരു ടോയ് കാർ. ഇതേപോലത്തെ ടോയ് സാധനം വെച്ചിട്ട്, അതായത് ലെഗോ പീസസ് വെച്ചിട്ട് ഒരു ഫെറാറിയുടെ കാർ മൊത്തം ഉണ്ടാക്കി. 5 ലക്ഷം ലെഗോ പീസസ് വെച്ചിട്ടാണ് ഈ ഫെറാറിയുടെ 599 എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് ആക്ച്വലി എഞ്ചിനും ഉണ്ടെന്നാണ് പറയുന്നത്. 7 മാസം കൊണ്ടാണ് ഈ ഒരു ലെഗോ പീസസ് വെച്ചിട്ടുള്ള ഫെറാറി ഉണ്ടാക്കിയെടുത്തത്. ഇതിൻ്റെ അകത്ത് എല്ലാ രീതിയിലുള്ള ഫെസിലിറ്റി ഉണ്ടാക്കണമെന്നൊക്കെയാണ് അവർ പറയുന്നത്. എനിവേ, ഭയങ്കര വെറൈറ്റി ആയിപ്പോയി. പക്ഷേ നമ്മുടെ ലൈഫിൽ ഇപ്പോഴും ഏറ്റവും വെറൈറ്റി ആയിട്ട് നിൽക്കുന്നത് CAT മൂസയിലെ കാറാണ്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 5 മൈൻഡ് ബ്ലോയിങ് ഇൻവെൻഷൻസ് ആണ് നിങ്ങൾ കണ്ടത്. ഇനി നിങ്ങൾക്ക് കുറച്ച് വാട്സപ്പിൻ്റെ ട്രിക്കുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്നുകൂടി കാണുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.